ഇതിൽ നമുക്ക് ബ്ലെൻഡറിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഓപ്ഷൻസ് കൂടി നോക്കണം. അതിന് ഞാനിവിടെ ഒരു കാറിൻ്റെ മോഡലാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം എല്ലാവരും നോക്കുന്നത് ആ സ്ക്വയർ ആയിരിക്കും. ഇതിന് നമുക്ക് എന്തായാലും ഒരു മോഡൽ തന്നെ വേണം, എന്നാലേ എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റുള്ളൂ. ആ സ്ക്വയർ വെച്ചുകൊണ്ട് ചിലപ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാനൊരു കാറിൻ്റെ മോഡൽ തന്നെ വെച്ചത്. ആദ്യം നമുക്ക് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യുന്നത്. നമുക്ക് ആദ്യം സൂം ഇന്നും സൂം ഔട്ടും ചെയ്യണത് നമുക്ക് മൗസിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. എന്താ പറഞ്ഞാൽ നമ്മുടെ ആ സ്ക്രോൾ ബട്ടൺ, മൗസിലുള്ള സ്ക്രോൾ ബട്ടൺ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സ്ക്രോൾ ചെയ്ത് പറഞ്ഞാൽ സൂം ഇന്നും സൂം ഔട്ടും ആവും. അതേ ഓപ്ഷൻ തന്നെ നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ തന്നെ അതിൻ്റെ ഒരു സൂമിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ലെഫ്റ്റ് ക്ലിക്ക് കൊടുത്ത് ഡ്രാഗ് ചെയ്ത് പറഞ്ഞാൽ സൂം ഇന്നും സൂം ഔട്ടും ആവും. ഇനി പാൻ ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ, നമുക്ക് ഇങ്ങനെ സൂമായി കിടക്കുന്ന ഒരു ഇതാണ് വിചാരിക്കും. അങ്ങനെ നമുക്ക് ഇവിടേക്ക് നീക്കണം. നമ്മൾ സൂം ആക്കുന്നതിനും കാട്ടി നല്ലത് ചിലപ്പോൾ പാൻ ചെയ്യുന്നതായിരിക്കും. അതിന് നമ്മൾ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഷിഫ്റ്റ് അമർത്തിയിട്ട് മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതാണ് നല്ലത്. ഷിഫ്റ്റ് അമർത്തുക, മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ നീക്കുക. ഇതാണ് പാൻ ബട്ടൺ. അതേ ഓപ്ഷൻ തന്നെ നമുക്ക് ഇവിടെയും കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അത് ചിലപ്പോൾ ചിലവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിനെക്കാട്ട് നല്ല ഷിഫ്റ്റ് അമർത്തിയിട്ട് സ്ക്രോൾ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ് ചെയ്യണം. റോൾ ചെയ്യല്ല, പ്രസ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മുടെ പാൻ. പിന്നെ ഇതിൽ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയാം ക്യാമറ ഓപ്ഷനാണ്. ഇപ്പോൾ ക്യാമറ ഇവിടെ നമുക്ക് തുറക്കുമ്പോഴത്തേനും ഒരു ക്യാമറേൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. കേട്ടോ, അത് തുറക്കുമ്പോൾ ക്യാമറേൻ്റെ ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ടാവും. അതിൻ്റെ വ്യൂ നമ്മൾ അനിമേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ റെൻഡറൊക്കെ എടുക്കുന്നത് ഈ ക്യാമറ വ്യൂ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ആ ക്യാമറേൻ്റെ ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ക്യാമറ ഓപ്ഷൻ. അതിൽ ക്ലിക്ക് കൊടുത്ത് പറഞ്ഞാൽ ആ ക്യാമറയിൽ നമ്മൾ എന്താ കാണുന്നത് അത് മാത്രം നമുക്ക് വ്യൂ ചെയ്യും. കേട്ടോ, ഈ സ്ക്വയറിലായിരിക്കും നമ്മുടെ ക്യാമറ വ്യൂവിലായിട്ട് വരിക. അത് നമുക്ക് പോകാൻ വേറെ എവിടെയും ക്ലിക്ക് കൊടുത്താൽ മതി, അത് പോയിക്കോളും. പിന്നെ നമുക്ക് നാലാമതായിട്ടുള്ള ഒരു ഓപ്ഷനാണ് പറഞ്ഞാൽ പെർസ്പെക്റ്റീവ്. അത് പറഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് കാണുമ്പോൾ കുറച്ച് ദൂരെയുള്ള സാധനം, ഒബ്ജക്റ്റ് കുറച്ച് ചെറുതായിട്ട് തോന്നില്ല. അതിൻ്റെ ഒരു ഇതാണ്. ഇപ്പോൾ ഇതൊരു പ്ലെയിൻ പ്ലേസ് ആണ് പറഞ്ഞാൽ അതിൽ ഇവിടെ ഫസ്റ്റ് ഇരിക്കുന്ന കാരണം നമുക്ക് കുറച്ച് വലുതായിട്ടും ബാക്കിലിരിക്കുന്ന ചെറുതായിട്ടും കാണുന്നില്ല. ഈ ഒബ്ജക്റ്റ് ഈ രണ്ട് കാരണം ഞാൻ കോപ്പി ചെയ്ത് വെച്ചാണ്. അപ്പോൾ അതിന് നമുക്കിപ്പോൾ ഈ പെർസ്പെക്റ്റീവ് ഓഫായി കഴിഞ്ഞ് പറഞ്ഞാൽ നോക്കിയോ, രണ്ടിന് ഏകദേശം വ്യത്യാസമൊന്നും ഉണ്ടായില്ല. കേട്ടോ, നമുക്ക് വലുതും ചെറുതും രണ്ടും ഏകദേശം ഒരേ വലുപ്പമുണ്ടാവും. പെർസ്പെക്റ്റീവ് ഓണാക്കി കഴിഞ്ഞ് പറഞ്ഞാൽ രണ്ടിൻ്റെയും വലുപ്പ വ്യത്യാസം നമുക്ക് നേരെ മനസ്സിലാവും. ഇതാണ് പെർസ്പെക്റ്റീവും ഓർത്തോഗ്രാഫിക് വ്യൂ. ഇനി നമ്മൾക്ക് വ്യൂസ് ആണ് നോക്കാനുള്ളത്. ഈ കോർണറിൽ ഈ കളറായിട്ടുള്ള 3 കളറായിട്ടുള്ള ഒരു ഇതാണ് ഗിസ്മോ. അത് പറഞ്ഞാൽ 3D XYZ വ്യൂ, 2D 3D അങ്ങനത്തെ വ്യൂസ് ആണ്. ഇപ്പോൾ നമുക്ക് എന്താണ് ഫ്രണ്ട് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ എക്സ് അമർത്തുക അല്ലെങ്കിൽ വൈ അമർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ ഇതിലുള്ള വൈ അമർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് നമ്പർ പാഡിൽ നമുക്ക് 1 അമർത്തി കഴിഞ്ഞാലും നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടും. ഇപ്പോൾ 1 അമർത്തി കഴിഞ്ഞാലും ഫ്രണ്ട് വ്യൂ കിട്ടും. ഇനി നമുക്ക് എക്സ് ആണ് അമർത്തുന്നത്, നമുക്ക് എക്സ് അമർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡ് വ്യൂസ് കിട്ടും. എക്സ് അമർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ റൈറ്റ് സൈഡ് വ്യൂ കിട്ടും. അതേ സാധനം തന്നെ നമുക്ക് 3 അമർത്തി കഴിഞ്ഞാലും റൈറ്റ് സൈഡ് വ്യൂ കിട്ടും. ഇനി സെഡ് ആണ്, നമുക്ക് ഈ നമ്മുടെ 3D വ്യൂ പോർട്ടിൽ സെഡ് ആണ് അമർത്തി കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ കിട്ടും. അതേ സാധനം തന്നെ നമുക്ക് നമ്പർ പാഡിൽ നമുക്ക് 7 അമർത്തി കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കീബോർഡിലായിരിക്കും ചിലപ്പോൾ എളുപ്പം. ചിലപ്പോൾ 7 അമർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ടോപ്പ് വ്യൂ കിട്ടും. ഇനി അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് നമുക്കിപ്പോൾ വൈ അമർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടിയതുപോലെ തന്നെ നമുക്ക് ഇനി ബാക്ക് സൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ -y അല്ലെങ്കിൽ ഷിഫ്റ്റ് അമർത്തിയിട്ട് കൺട്രോൾ അമർത്തിയിട്ട് 1 അമർത്തി കഴിഞ്ഞാൽ ബാക്ക് സൈഡ് വ്യൂ കിട്ടും. ഇനി അതേ ഇത് കൺട്രോൾ അമർത്തിയിട്ട് 3 അമർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് വ്യൂ കിട്ടും. ഇനി അതേപോലെ കൺട്രോൾ അമർത്തിയിട്ട് 7 അമർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ ബോട്ടം വ്യൂസും കിട്ടും. കേട്ടോ, ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് എടുക്കാം. അങ്ങനെയാണ് കൺട്രോൾ 1 അമർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ ബാക്ക് വ്യൂ, അല്ലെങ്കിൽ കൺട്രോൾ 3 അമർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് വ്യൂ, കൺട്രോൾ 7 അമർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ ബോട്ടം വ്യൂ. നമുക്ക് അങ്ങനെ പെട്ടെന്ന് എടുക്കാം. ഇനി മെയിനായിട്ട് നോക്കാനുള്ളത് നമുക്ക്
ഒരു ഫയൽ, ഈ ഫയൽ ഞാനിപ്പോൾ രണ്ട് കാർ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാർ ഞാൻ വെച്ചത് തന്നെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വ്യൂസൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെയാണ്. നമ്മളൊരു സ്ക്വയറിലാണ് പറഞ്ഞാൽ ഇതിലുള്ള ക്യൂബിലാണ് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇതിലാവുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 1 അമർത്തി കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ, 3 അമർത്തി കഴിഞ്ഞാൽ സൈഡ് വ്യൂ, 7 അമർത്തി കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ, Ctrl+7 ബോട്ടം, Ctrl+3 ലെഫ്റ്റ് സൈഡ്, Ctrl+1 ബാക്ക് സൈഡ്, അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട്. ഇനി നമുക്ക് സേവ് ആക്കണം, ഫയൽ സേവ് ആക്കണം. അത് എന്തായാലും അറിയാവുന്നല്ലോ. ഫയൽ പോവാം, സേവ് ആകുമ്പോഴത്തേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേര് കൊടുത്തിട്ട് നമുക്ക് സേവ് കൊടുക്കും. ഇനി അത് ആ സാധനം നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ ഫയൽ ഓപ്പൺ, ഇതാദ്യം സേവ് ചെയ്യണം. എന്നാലും അതുപോലെ ഇത് സേവ് കൊടുക്കാം. സേവ് ആയിട്ടുണ്ട്. ഇനി ഫയൽ ഓപ്പൺ, നമുക്ക് ഏത് ഫയലാണ് പറഞ്ഞാൽ അത് വേണ്ടത് നമുക്ക് ഓപ്പൺ ആക്കാം. ഇനി എഡിറ്റ് പ്രിഫറൻസ്. ഇനി ഈ വ്യൂ പോർട്ട് മൊത്തത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓപ്ഷനും ആഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ വേറെ എന്തെങ്കിലും നമുക്ക് ഇതിൽ സെറ്റിങ്സ് ആഡ് ചെയ്യാനൊക്കെ നോക്കാമെങ്കിൽ അത് നമുക്ക് എഡിറ്റിൽ പോവാം. എഡിറ്റിൽ പ്രിഫറൻസിൽ പോവാം. പ്രിഫറൻസിൽ പോയാൽ നമുക്ക് കുറേ ഇൻ്റർഫേസ് എല്ലാം സെറ്റിങ്സ് മാറ്റുകയും ചെയ്യാം. നമുക്ക് ഇതിൽ അനിമേഷൻ ചെയ്യും, ആഡ് ഓൺസ് ചെയ്യുമ്പോൾ ഓരോ സോഫ്റ്റ്വെയറിനായിട്ട് നമുക്ക് എന്താണ് 3D ക്യാമറൻ്റെ ആഡ്-ഓൺസ്, പലതരം ആഡ്-ഓൺസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനൊക്കെ നമുക്ക് എഡിറ്റിൽ പോവാം. എഡിറ്റ് പ്രിഫറൻസിൽ സെറ്റിങ്സിൽ അതൊക്കെ നമുക്ക് ഓരോന്നിൽ വരുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ അത് എന്തായാലും ഈ 4-5 കാര്യങ്ങൾ നോക്കി വയ്ക്കുക. അതാണ് ഇതിൽ ബ്ലെൻഡറിൽ മെയിനായിട്ട് വേണ്ടത്.